ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് 186 വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ ബാക്കിയുള്ള അതിൻ്റെ എങ്ങനെയാണ് ബാക്കിയുള്ള ഫോളോ അപ്പ് എല്ലാം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന് പറയുന്നത്. അപ്പം 186 വിസ എന്ന് പറയുന്നത് നമുക്കൊരു എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ്. അപ്പോൾ നമുക്കിതൊരു പെർമനൻറ്റ് വിസയുമാണ്. പക്ഷെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു എംപ്ലോയറുമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എംപ്ലോയർ ഓഫർ ചെയ്യുന്ന വിസയാണ് 186 PR ഡയറക്റ്റ് എൻട്രി വിസയാണ്. അങ്ങനെ നമുക്ക് 2 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് ആ എംപ്ലോയറിൻ്റെ കൂടെ. നമ്മൾ കോൺട്രാക്റ്റ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. എന്തായാലും അത് റീജിയണൽ ഏരിയയിലായിരിക്കും. നമുക്ക് എന്തായാലും 186 വരുവാണെങ്കിൽ റീജിയണൽ ഏരിയ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ വന്നതിൻ്റെ തൊട്ടൊരു റൂറൽ ഏരിയയിലായിരിക്കും കൂടുതലും നമുക്ക് ജോലി കിട്ടുന്നത്. അതെ, നമുക്ക് കൂടുതൽ 186 അവർ ഓഫർ ചെയ്യുന്ന എപ്പോഴും ഒരു റൂറൽ ഒരു റീജിയണൽ ഏരിയയിലുമാണ്. മുംബൈ ടൗൺസ്വില്ല് അവിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫേഴ്സൊക്കെ കുറേ കുറഞ്ഞു പോയി. പക്ഷേ സ്റ്റിൽ റീജിയണൽ ഏരിയയിലും റൂറൽ ഏരിയയിലും കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ഫൈൻഡ് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റിൽ അവസരമൊക്കെ ഉണ്ട്. 186 ആദ്യം നല്ല രീതിയിലൊക്കെ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വന്നവർ തന്നെ പലരും ഈ 186 വന്നിട്ട് അവർക്ക് ചിലപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റൊക്കെ ബ്രേക്ക് ചെയ്ത്, ഇപ്പോൾ ഒത്തിരി അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് അവരവർ പുറത്ത് പോകുന്നതുകൊണ്ടാണ് അവർ മെയിനായിട്ട് 186 അവർ സപ്പോർട്ട് ചെയ്യാത്തത്. അതിന് പകരം അവരിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 482 കൊടുക്കുക. 482 കൊടുത്തു കഴിഞ്ഞ് 2 വർഷം ഈ പറഞ്ഞിട്ട് അവരോട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നല്ല സർവീസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും അവർ 186 കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കണ്ടിന്യൂ. അപ്പം 186-ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമുക്കൊരു എംപ്ലോയർ ഓഫർ ചെയ്യണം ഈ വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ 186 അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ജോബ്, നമ്മൾ ഏതാണോ നമ്മുടെ ജോബ്, അത് നമ്മളുടെ ഇവിടുത്തെ സ്കിൽ അസസ്മെൻറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ജോബായിരിക്കും. എക്സാമ്പിൾ പറയാം, ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് നഴ്സിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറയുന്നത്. അപ്പം നഴ്സിംഗ് ജോബ് എന്തായാലും അവരുടെ സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 3 ഇയർ മിനിമം എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പക്ഷേ 3 ഇയർ ബേസിക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ ഈ വിസയിൽ വന്നാൽ നമുക്ക് പെർമനൻ്റായിട്ട് ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതിനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4770 ഓസ്ട്രേലിയൻ ഡോളറാണ്. അതായത് ഒരു 2,60,000 ഇന്ത്യൻ റുപ്പീസ് പെർ പേഴ്സൺ. ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്ന് പോലെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ലക്ക് അനുസരിച്ച് ചിലപ്പോൾ 6 വീക്സ് കൊണ്ട് കിട്ടും, ചിലപ്പോൾ 9 മന്ത്സ് വരെ എടുക്കുന്നുണ്ട്. പൊതുവെ അവർ പറയുന്നത് 9 വീക്സ് ആണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 9 വീക്സ് ഒന്നും എടുത്തില്ല, 6 വീക്സ് അത്ര എടുത്തുള്ളൂ. പിന്നെ ഈ വിസയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. ഈ വിസയിൽ വന്നിട്ട് നമുക്ക് പഠിക്കാൻ പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഈ വിസയിൽ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് വർക്കിംഗ് റെസ്ട്രിക്ഷൻസിന് അവേഴ്സ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഡിപ്പെൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള ജോബ്, എത്ര ജോബ് വേണമെങ്കിലും ചെയ്യാം. നോ ഇഷ്യൂസ് ആണ്. പിന്നെ നമുക്ക് ഈ PR-ൻ്റെ മെയിൻ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺ പോലെയാണ് ഇവിടെ. നമുക്ക് ലൈഫ് ലോങ് ഈ രാജ്യത്ത് നിൽക്കാം, വേണമെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം. അതെല്ലാം നമ്മുടെ ചോയ്സാണ്. നമുക്ക് എന്തോ സിറ്റിസണിന് ഒരു കിട്ടുന്ന റൈറ്റ്സ് തന്നെയാണ് ഒരു PR-ക്കുള്ളവർക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ വിസയിൽ വന്നാലുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ PR വിസയിൽ നിൽക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ആൻഡ് സ്റ്റഡി ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിൽ. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു കാര്യമാണ് മെഡിക്കെയർ ആക്സസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സ്പോൺസർ എലിജിബിൾ റിലേറ്റീവ്സ് ടു കം ടു ഓസ്ട്രേലിയ. പിന്നെ നമുക്ക് ഈ 5 ഇയറിനുള്ളിൽ നമ്മളിപ്പോൾ നമ്മുടെ 2 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോയിട്ട് ആ 5 ഇയറിനുള്ളിൽ വന്നിട്ട് പിന്നെ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ വിസയ്ക്ക് നമുക്ക് അതിന് നമ്മൾ എലിജിബിൾ ആണ്. ഇപ്പോൾ അവരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഇത് PR ഉണ്ടായിട്ട് നമുക്ക് ഈസി ആയിട്ടത് പറ്റുമെന്നാണ് ഒരു ന്യൂസ്. വേറെ പിന്നെ ഈ വിസ നമുക്ക് ഗ്രാൻഡ് ആയതിനു ശേഷം വിത്തിൻ 1 ഇയർ ആണ് നമ്മൾ കയറി വരേണ്ടത്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈവൻ നമ്മളുടെ സ്റ്റെപ്പ് ചിൽഡ്രൻ ആണെങ്കിൽ സ്റ്റെപ്പ് ചിൽഡ്രൻ്റെ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത് വളർത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ജോയിൻ്റ് ആപ്ലിക്കേഷന് ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 12 മന്ത്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാമെങ്കിലും ഈ വിസയിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെയും കൊണ്ടുവരാൻ പറ്റും, അല്ലെ മാരേജ് ചെയ്തിട്ടില്ലെങ്കിൽ.
പിന്നെ നമ്മൾ ഈ 180 വിസയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ എലിജിബിൾ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, നമ്മളുടെ ജോബ് ആ ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടൊന്നല്ല, ലാസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ നേഴ്സ് ആണെങ്കിൽ എക്സാമ്പിൾ ഇപ്പോൾ ലൈസൻസിങ് വേണം, നമ്മൾ ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ്, അത് നമ്മൾ ആ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ അത്. പിന്നെ ബി നോമിനേറ്റഡ് ബൈ ആൻ എംപ്ലോയർ. അപ്പോൾ നമുക്ക് അതായത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു എംപ്ലോയർ ഓഫർ ചെയ്യുന്നൊരു വിസയാണല്ലോ ഇത്. അങ്ങനെ പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ <45 years ആണ് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അതായത് നമ്മൾ മെയിൻ ആപ്ലിക്കൻറ്റ് <45 years ആയിരിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ അവർ എക്സംഷൻ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ലെക്ചറർ ഓർ ഫാക്കൽറ്റി ഹെഡ് അറ്റ് അക്കാഡമിക് ലെവൽ BCOD ബൈ എ യൂണിവേഴ്സിറ്റി ഇൻ ഓസ്ട്രേലിയ. ഈ ജോബാണ് അവർ ഓഫർ ചെയ്യുന്നതെങ്കിൽ ഏജ് എക്സംഷൻ ഉണ്ട്. അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, റിസർച്ചർ ഓർ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്, അനസ്കോ സ്കിൽ ലെവൽ 1 or 2 ഇതാണെങ്കിൽ അവർക്ക് ഏജ് എക്സംഷൻ ഉണ്ട്. പിന്നെ വൺ മോർ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസിലാൻഡ് സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് ഏജ് എക്സംഷൻ ഉണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഹെൽത്ത് മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. നമുക്ക് കുറച്ച് ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, ഡയബറ്റീസ് അതൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ ഒരു കിഡ്നി ഫെയിലിയറോ അല്ലാതെ ഈ ഓസ്ട്രേലിയൻ സിസ്റ്റത്തിനെ ബാധിക്കുന്ന, അതായത് നമ്മൾ അവരോട് ഡിപ്പെൻഡ് ചെയ്ത് അവിടെ കുറച്ചും കൂടെ പൈസ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു രോഗമാണെങ്കിലാണ് അവർ റിജക്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് ഇഷ്യൂ, ക്രോണിക് എന്താ പറയുക ഒരു ഡയബറ്റീസോ അതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് പോലീസ് ക്ലിയറൻസ് വേണം ലാസ്റ്റ് 10 ഇയറിൻ്റെ. നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റല്ല ഏതൊക്കെ കൺട്രിയിൽ നമ്മൾ ലാസ്റ്റ് 12 months താമസിച്ചോ, നമ്മൾ ആഡപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും, അതായത് നമ്മൾ ഏതെങ്കിലും രാജ്യത്തിൽ ലാസ്റ്റ് 10 years താമസിച്ചിട്ടുണ്ടോ അവിടത്തേക്ക് പോലീസ് ക്ലിയറൻസ് വേണം. പക്ഷെ അവർ പറയുന്നത് 12 months ആണ്. അറ്റ്ലീസ്റ്റ് 12 months നമ്മൾ താമസിച്ചെങ്കിലാണ് മോർ ദാൻ 16 years ഓഫ് ഏജ്. അപ്പോൾ ലെസ് ദാൻ 16 yearsൻ്റെ പോലീസ് ക്ലിയറൻസ് ചോദിക്കുന്നില്ല. പിന്നെ നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ് നമുക്ക് പിന്നീട് അകത്തോട്ട് പോകുമ്പം പറയാം. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് വാലിഡിറ്റി വേണം. അപ്പോൾ അതിനായിട്ട് അവർ പറയുന്നത് 3 year വാലിഡിറ്റി ആണ് വിസ ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏജൻസി ത്രൂവോ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോബ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ടെമ്പററി വിസയാണോ അല്ലെങ്കിൽ പെർമനൻറ്റ് വിസയാണോ വേണ്ടതെന്ന് അവർ നമ്മളോട് എടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ 186 വിസ മതി എന്ന് പറഞ്ഞ് നമ്മളത് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളതിന് പോകുമ്പോഴത്തേക്ക് അവർ പിന്നീട് നമുക്ക് അവരുടെ ലെറ്റർ ഓഫ് ഓഫറും പിന്നെ റിക്രൂട്ട്മെൻറ്റ് പാക്കും നമ്മൾ ഡിക്ലറേഷൻ ഫോംസും പിന്നെ ചെക്ക് ലിസ്റ്റും കുറച്ച് ടൂൾ കിറ്റൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പോൾ ആ ടൂൾ കിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ, ചിലപ്പോൾ എല്ലാ എംപ്ലോയറിനും ഇത് സെയിം ആയിരിക്കത്തില്ല. നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ എംപ്ലോയറിനും വേറെ ആയിരിക്കും. അപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ടൂൾ കിറ്റ് നേക്കുള്ള പേടിയാണ്, കുറേ തലവേദന പിടിച്ച പരിപാടിയാണ് ടൂൾ കിറ്റ്. അത് മൊത്തം നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, ടൈം എടുക്കുക അത് ചെയ്യണമെങ്കിൽ. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ടൂൾ കിറ്റ് നേർക്കുമ്പോൾ പേടിയായിരുന്നു. അപ്പം നമ്മുടെ എംപ്ലോയറിന് നമ്മൾ നമ്മുടെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്, പക്ഷെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ എന്താ പറയുന്നത് CV, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ, ചിലപ്പം BRP ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ID, പിന്നെ പാസ്പോർട്ട്, ചിലപ്പോൾ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനത്തെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സും, പിന്നെ അവരുടെ ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത്രയധികം നമ്മൾ പൈസ നമ്മൾ തിരിച്ചടയ്ക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫസ്റ്റ് പാർട്ടുണ്ട്, കുറേ ഒഫീഷ്യൽ തിങ്സ് ഉണ്ട്. ആ പാർട്ടുകൾ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്, 186ൻ്റെ പ്രോസസ്സിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുത്ത് അവർ ഹാപ്പി ആണെങ്കിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം 186 വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്കൊരു സ്കിൽ അസസ്മെൻറ്റ് വേണം. അതായത് ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ്. രണ്ടാമത് നമ്മളൊരു ഇംഗ്ലീഷ് എക്സാം പാസ്സായിരിക്കണം. നമ്മളിപ്പം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകരുത്. അപ്പോൾ ആ ടൈമിൽ ഇംഗ്ലീഷ് എക്സാം വാലിഡ് ആയിരിക്കണം. അതായത് 3 year വാലിഡിറ്റി ആണ് ഇംഗ്ലീഷ് ടെസ്റ്റിന് വേണ്ടത്. പിന്നെ ഒരു ഹെൽത്ത് എക്സാമിനേഷനിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും, നമ്മുടെ ട്യൂബർക്കുലോസിസ് ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ,
ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഹെൽത്ത് എക്സാമിനേഷനിൽ മെയിനായിട്ട് അവർ നോക്കുന്ന മെഡിക്കൽ എക്സാമിനേഷനാണ്. അപ്പം നമ്മളൊരു ഡോക്ടർ നമ്മളെ ചെക്ക് ചെയ്യുക, നമ്മുടെ പിള്ളേരാണെങ്കിലും നമ്മുടെ പിള്ളേർ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നതെന്നും നമ്മുടെ പിള്ളേർ ഏജ് അനുസരിച്ചുള്ള പിള്ളേർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് എക്സ്റേ നോക്കുന്നുണ്ട്, അതായത് നമുക്ക് ലേറ്റസ്റ്റ് എന്താ പറയുന്നത് TBയുടെ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നുണ്ട്. പിന്നെ സീറം ക്രിയാറ്റിനും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നുണ്ട്. പിന്നെ HIV ടെസ്റ്റുമാണ് മെയിനായിട്ട് ഇവർ കവർ ചെയ്യുന്നത്. അപ്പം ഒൺസ് ഈ ഹെൽത്ത് എക്സാമിനേഷൻ നമ്മൾ ചെയ്തതിന് ശേഷം അവർ നമ്മുടെ എന്താ പറയുന്നത് IMMI അക്കൗണ്ടിൽ ഇവർ അപ്ലോഡ് ചെയ്തിട്ട് വൺസ് ഇത് റെഡി ആകുമ്പോൾ നമുക്ക് ഇത് വരും, മെഡിക്കൽ എക്സാമിനേഷൻ പാസ്റ്റ്, നോ ആക്ഷൻ റിക്വയർഡ് എന്നെന്തോ അതിനകത്ത് കാണിക്കും. അവര് പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും വന്നില്ലെങ്കിലും ഒരിക്കലും ഞങ്ങളെ വിളിക്കരുതെന്ന് അവർ പറയുന്നുണ്ട് അതിനകത്ത്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ടതെന്നാണ്. അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, കിഡ്നി അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ, നമ്മുടെ EGFR ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്താ പറയുന്നത് റീസെൻ്റായിട്ട് എനിക്ക് കിഡ്നി ഫെയിലർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരത്തെ ചെക്ക് ചെയ്ത് വെക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സംശയമുണ്ട്, ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടവരാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഒന്നും വലുതായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. ഇഷ്യൂ അല്ല. ഒരു കാര്യമുണ്ട്, UK കാർഡിലും ഭയങ്കര ഒരു പാടാണ് ഓസ്ട്രേലിയയിലുള്ള പ്രോസസ്സിങ് കാര്യങ്ങളിൽ. അത് A to Z പാടാണ്. സ്റ്റെപ്പ് 1 തൊട്ട് ലാസ്റ്റ് എൻഡ് വരെ നല്ല ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഓസ്ട്രേലിയയായിട്ടുള്ളത്. നല്ല തലവേദനയുണ്ട്, ക്ഷമയോടുകൂടി വേണം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഗ്യാദർ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 പാസ്പോർട്ട് തന്നെയാണ്. പിന്നെ നാഷണൽ ID കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ UK ആയിരുന്നുകൊണ്ട് നമ്മുടെ BRP കാർഡാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ മെമ്പർഷിപ്പ്, അതായത് ലൈസൻസിങ്, നമ്മുടെ AFRA രജിസ്ട്രേഷൻ, പിന്നെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ പഠിച്ച കോളേജിലെ ട്രാൻസ്ക്രിപ്റ്റ് വേണമായിരുന്നു. പിന്നെ എന്താ പറയുന്നത് നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ്, ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത്. പിന്നെ നല്ലൊരു CV, പിന്നെ ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രൂഫ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് റെഫറൻസ് വേണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റെഫറൻസ് ഉറപ്പായിട്ടും വേണമായിരുന്നു. റെഫറൻസ് എന്തായാലും ചോദിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പോലീസ് ക്ലിയറൻസ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പോലീസ് ക്ലിയറൻസ് 16 ഇയർ ഓൾഡിന് ശേഷം നമ്മൾ ലാസ്റ്റ് 10 ഇയേഴ്സ് എവിടെയാണോ താമസിച്ചത് അതിൻ്റെ പോലീസ് ക്ലിയറൻസിൻ്റെ ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻറ്റിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സിന് പാർട്ട്ണറിന് നമ്മൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് വേണം, അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂഡ് ID എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ കാർട്ട് ഡോക്യുമെൻറ്റ്സ്, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾ മാരീഡ് ആണെന്ന് കാണിക്കാനുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ മെയിനായിട്ട് അവർക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം, പക്ഷേ അവർക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് മതി. ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഡിഗ്രിയോ ഹയർ ഡിഗ്രിയോ ഡിപ്ലോമയോ നമ്മുടെ ട്രേഡ് സർട്ടിഫിക്കറ്റോ 2 ഇയേഴ്സിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരുന്നു എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് മതിയാവും. അപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയെടുക്കാം. അപ്പോൾ അതൊരു ബേസിക് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. അതിൻ്റെ സ്കോറിനെ കുറിച്ച് ഞാൻ പറയാം. അതും അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു UK സിറ്റിസൺ അല്ലെങ്കിൽ UK, അയർലൻഡ്, USA, കാനഡ സിറ്റിസൺ ആണെങ്കിൽ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ പാസ്പോർട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് സിറ്റിസൺ ആണെങ്കിൽ ഈ ഇംഗ്ലീഷ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കും വേണ്ട, പാർട്ട്ണറിനും വേണ്ട. അപ്പോൾ സ്കോറിനെ കുറിച്ച് നമുക്ക് ബേസിക് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഡിപ്പെൻഡൻറ്റിൻ്റെ ബേസിക് ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സ്കോർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ സ്കോറ് IELTS ആണെങ്കിൽ നമുക്ക് 4.5 മതി, എല്ലാത്തിനും കൂടെ 4.5. പിന്നെ TOEFL ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ 32 ആണ്. PT അക്കാഡമിക് ആണെങ്കിൽ ടോട്ടൽ ബാൻഡ് സ്കോർ ഓഫ് 30 മതിയാവും. പിന്നെ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ ബാൻഡ് സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 147 ബേസ്ഡ് ഓൺ 4 ടെസ്റ്റ് കോമ്പണൻസ് ആണ് വേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ കാര്യമാണെന്ന്. ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുതിയാൽ കിട്ടുമായിരിക്കാം. ഇതൊന്നും വേണ്ട, നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് ജസ്റ്റ് അവർക്കൊരു ലെറ്റർ അയക്കും. ചിലപ്പോൾ ചിലർക്ക് ഇപ്പം കോളേജിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ്
അവർ കൊടുക്കണമെന്നില്ല സർട്ടിഫിക്കറ്റ്. അവിടുത്തെ നോട്ടപ്പുള്ളിയായിരുന്നെങ്കിൽ കോളേജിലൊന്നും അതൊക്കെ പിന്നെ പഠിച്ച് ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പൊ നോട്ടപ്പുള്ളി എന്ന് പറഞ്ഞിരിക്കുക. ഇംഗ്ലീഷ് ടെസ്റ്റ് ഈസി ആയിട്ട് എഴുതിയെടുക്കാം. ഇംഗ്ലീഷിലെ പഠിച്ചെന്ന് പറഞ്ഞാൽ ലെറ്റർ മാത്രം ഇഷ്യൂ ചെയ്താൽ മാത്രം മതി. അത് വലിയ സംഭവം അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. PTE അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് പൈസ കൊടുക്കാതെ ഒരിക്കലും നിൽക്കേണ്ട. അതിന് മുമ്പേ നിങ്ങൾ കോളേജുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്തായാലും അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതൊന്നും വലിയൊരു കാര്യമുള്ള സംഭവമൊന്നുമല്ല. പിന്നെ നമ്മുടെ ഡിപ്പെൻഡൻസ്, അതായത് നമ്മുടെ പിള്ളേർ അണ്ടർ 18 ഇയേഴ്സ് ഓൾഡ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും മതിയാവും. അപ്പോൾ അവർക്ക് ലെസ് ദാൻ 5 ഇയർ ഓൾഡ് ആണെങ്കിൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ. പിന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ഫോർ വിസ. അപ്പം അപ്ലൈ ഫോർ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്മി അക്കൗണ്ടിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇമ്മി അക്കൗണ്ട്. പിന്നെ നമ്മൾ ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്ലൈ ഫോർ വിസ, അതായത് തേർഡ് സ്റ്റെപ്പാണ്. അപ്പം ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇതൊരു എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണല്ലോ. അപ്പോൾ അവർ നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന് നോക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് ഇമ്മി അക്കൗണ്ട് ആയാലും പറഞ്ഞപ്പോഴാണ്, ഇമ്മി അക്കൗണ്ട് നമുക്ക് ഇവിടെ വന്നാലും നമ്മുടെ പേരൻസിനൊക്കെ കൊണ്ടുവരാനും എല്ലാത്തിനും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണത്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ഒന്നും മറക്കാതിരിക്കുക. നമ്മുടെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മതി ഇല്ലേ, ഒരാൾക്ക് അക്കൗണ്ട് മതി. അത് വന്നു കഴിഞ്ഞിട്ട് അത് ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഇമ്മി അക്കൗണ്ട് എപ്പോഴും ആവശ്യമുള്ളതാണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പാസ്വേഡ് ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എംപ്ലോയർ നമുക്ക് 180 വിസ ഓഫർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന ടൂൾ കിറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാക്സിനേഷൻ റെക്കോർഡ് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കുറേ അത്യാവശ്യം കുറേ വാക്സിനേഷൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയൊക്കെ ഏജ് ആയതുകൊണ്ട് നമുക്ക് ആ വാക്സിനേഷൻ ഒന്നും കാണത്തില്ല. അതിന് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ലാബിൽ പോയിട്ട് നമ്മുടെ മീസിൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവർ പറയുന്ന ആ ഒരു വാല്യൂവിൽ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ പിന്നെ ആ വാക്സിനേഷൻ എടുക്കുന്നു. നമ്മൾ അവിടുന്ന് നമ്മളൊരു വാക്സിനേഷൻ റെക്കോർഡ് കിട്ടുന്നു. അത് മതി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒത്തിരി സംശയമുള്ള കാര്യമാണ്, എനിക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യമാണ് ഈ വാക്സിനേഷൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് UK പോയിട്ടുള്ളവരാണെങ്കിൽ ലാസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മുടെ വാക്സിനേഷൻ കാർഡ് അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓക്യുപ്പേഷണൽ ഹെൽത്തിന് ഒരു ഇമെയിൽ അയച്ചാൽ അവർ നമുക്ക് ഈ വാക്സിനേഷൻ റെക്കോർഡ് നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരും. അപ്പോൾ ആ ഇമെയിലിലേക്ക് അയച്ചു തന്ന ആ വാക്സിനേഷൻ റെക്കോർഡ് ഇവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അത് വാലിഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഇല്ലാത്തത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന MMR വാക്സിൻ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് എനിക്ക് ആ വാല്യൂ ലെസ് ദാൻ 5 എന്തോ ആയിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ വാല്യൂ കുറവായതുകൊണ്ട് ഞാനൊരു വാക്സിനേഷൻ എടുത്തതിന് ശേഷം ഞാൻ ആ വാക്സിനേഷൻ കാർഡ് സൈൻ ചെയ്താണ് അപ്ലോഡ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ നിങ്ങൾ ഒന്നുകൂടെ ചോദിക്കും, ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് 186 ഓഫർ ചെയ്യാണ്, ഹാപ്പി അല്ലേ, ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാമല്ലോ ചോദിക്കും. കാരണം എംപ്ലോയർക്ക് കുറച്ച് പൈസ മുടക്കിയിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അവരത് എന്താ പറയുക, അപ്പോൾ അവർക്ക് ഹാപ്പി അല്ലെങ്കിൽ ജസ്റ്റ് കൺഫേം വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും കുറേ പേര് വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ 186 ഒക്കെ അപ്ലൈ ചെയ്തോ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ പോകാനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് അവർ ഒന്നുകൂടെ കൺഫേം ചെയ്യും, ഞങ്ങളിത് ചെയ്യട്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അവർ വിസ നോമിനേഷൻ ലോഡ് ചെയ്യുന്നത്. വിസ നോമിനേഷൻ ലോഡ് ചെയ്തിട്ട് അവർ നമ്മളോട് പറയും, വി വിൽ ലെറ്റ് യു നോ, നമ്മളൊരു മെയിൽ അയച്ചിട്ട് പറയും നമുക്ക് എപ്പോഴാണ് വിസ നോമിനേഷൻ അപ്രൂവ് ചെയ്യുന്നതെന്ന് അവർ പറയും. വൺസ് നമ്മുടെ എംപ്ലോയർ നമുക്ക് നമ്മുടെ നോമിനേഷൻ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിലിടും. അവർ അപ്രൂവ് ആയതിനു ശേഷം നമ്മളെ അറിയിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വിസ എന്താ പറയുന്നത്, നമ്മുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു TRN നമ്പറൊക്കെ അയച്ചു തരും. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അപ്ലൈ ഫോർ വിസ. അപ്പം നമ്മുടെ നോമിനേഷൻ വിസയൊക്കെ സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ വിസ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇതിൽ കയറിയിട്ട് നമ്മൾ സ്കിൽഡ് 186 ഡയറക്റ്റ് എൻട്രി വിസയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് TFN നമ്പർ ഉണ്ട്. ആ TFN റെഫറൻസ് നമ്പർ ചെയ്ത് നമ്മൾ ഏത് സ്പോൺസറാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പോസ്റ്റ് കോഡ് അതൊക്കെ നമുക്ക് അവർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നീട് നമ്മൾ ലാസ്റ്റ് അതിനകത്ത് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ എവിടെയൊക്കെയാണ് താമസിച്ചുള്ള അഡ്രസ്സ്, ട്രാവൽ ഹിസ്റ്ററി, നമ്മുടെ പാസ്പോർട്ട് 2 എണ്ണം ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ തപ്പിയെടുത്ത് നമ്മൾ അങ്ങനെയൊക്കെ 10 ഇയേഴ്സിന്റെ ചെയ്തു. അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളത് ഈ പറയുന്ന സമയത്ത് നമ്മളത് കൊടുക്കണം, അതിൻ്റെ ഡേറ്റ് കൊടുക്കണം. നമ്മൾ
എവിടുന്ന് എന്ത് 10 വർഷത്തിനുള്ളിൽ ട്രാവൽ ഹിസ്റ്ററിയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെത് മിസ്സായി. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു ഡയറിയിൽ എല്ലാവരും എഴുതിയോ? എനിക്ക് തോന്നിയത് സിറ്റിസന്റെ ഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴേ ഈ കാര്യം ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് 10 years. അപ്പം നമ്മൾ അപ്പോഴേ എഴുതിയിടണോ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നത്, ആ ട്രാവൽ ചെയ്ത ഡേറ്റ് നമ്മൾ അന്നെന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. അന്നേരം പിന്നെ നിങ്ങൾ ഓടാൻ നിൽക്കല്ലേ, പഴയ പാസ്പോർട്ടിന് ഒന്നും തപ്പാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ പാഠമായിരുന്നു ഇത് എന്തായാലും. പിന്നെ നമ്മൾ ഒൺസ് വിസ അപ്ലൈ ചെയ്തു, നമ്മളുടെ ഈ നമ്മുടെ എംപ്ലോയർ അയച്ചു തന്നേക്കുന്ന TRN നമ്പർ ഇതെല്ലാം വെച്ച് നമ്മുടെ ഒൺസ് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്യുന്നത്. പക്ഷെ ചിലർ വേറെ വഴി കൂടെയൊക്കെ ബിഫോർ ഈ TRN നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറേ പേര് ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. എനിവേ ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല. നമ്മൾ വൺസ് വിസയ്ക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർ ഹാപ്പ് ID അയച്ചു തരും. അപ്പോൾ ഹാപ്പ് ID വെച്ച് നമ്മൾ ഈ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ള വിസ അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഏജൻസിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ചെയ്തത്. മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അവർ നമുക്ക് ഹാപ്പ് ID ഒക്കെ നമ്മുടെ ഇമെയിലിൽ അയച്ചു തരും. അപ്പം ഇമെയിൽ അയച്ചു തന്നതിന് ശേഷം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ സെൻറ്ററുമായിട്ട്. അപ്പോൾ കേരളത്തിൽ കിംസ് ഒക്കെ അപ്രൂവ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ രാജ്യത്താണെങ്കിലും ഏതൊക്കെ പ്ലേസിലാണെങ്കിലും എവിടെയൊക്കെയാണ് അപ്രൂവ്ഡ് എന്ന് ആ ഓസ്ട്രേലിയ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ UK ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് നൈറ്റ്സ് ബ്രിഡ്ജ് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പിട്ടായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. പാസ്പോർട്ട്, ഹാപ്പ് ID, ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ GP എടുത്തുന്ന ലെറ്റർ വേണം. പിന്നെ ഗ്ലാസസോ കോണ്ടാക്ട് ലെൻസസോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണം. പിന്നെ പ്രീ അറൈവൽ ക്വസ്റ്റ്യനെയർ 48 hours ഫിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാ മെഡിക്കൽ സെൻറ്റേഴ്സിലും വേണമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ അവിടെ പോയപ്പോഴാണ് ചെയ്തത്. പിന്നെ ഒൺസ് നമ്മൾ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം ഒരു 5 days എന്തോ മതി അത് അപ്രൂവ് ആവാനായിട്ട്. അപ്പോൾ നമ്മളത് പോകുമ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഹാപ്പ് ID വെച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഹെൽത്ത് എക്സാമിനേഷൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കും, ഹെൽത്ത് ക്ലിയറൻസ് പ്രൊവൈഡഡ്, നോ ആക്ഷൻസ് റിക്വയർഡ്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഒന്നും നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മളോടൊന്നും പറയുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വറിയായിട്ടിരിക്കും നമ്മൾ പാസ്സായോ എന്ന്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പോലെ ആ സൈറ്റിൽ കാണിക്കും, ഹെൽത്ത് ക്ലിയറൻസ് പ്രൊവൈഡഡ്, നോ ആക്ഷൻസ് റിക്വയർഡ് എന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേരോട് അവർ S56 ഫോം ചോദിക്കുന്നുണ്ട്. ഞങ്ങളോടത് ചോദിച്ചില്ല. എനിവേ എന്താണെന്നറിയില്ല, നമ്മളോട് ചോദിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ആ S56 ഫോം ഫില്ല് ചെയ്തിട്ടില്ല. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഫോം ഫില്ല് ചെയ്ത് അറ്റാച്ച് ചെയ്താൽ മതി അതിൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ 186 അപ്ലൈ ചെയ്തപ്പോൾ ഞങ്ങൾ ഓണായിട്ടാണ് ചെയ്തത്. അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പം കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതൊരു നല്ല സ്ട്രെസ്സായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പം മറ്റുള്ളവരെ കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ സ്ട്രെസ്സ് ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ തന്നെ പക്ഷേ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി കൊടുക്കണം. നമ്മൾ തന്നെയാണ്. പക്ഷേ അപ്പം നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ നമുക്കൊരു ഏജന്റ് ചെയ്തു തരും. അപ്പം നമ്മൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുവാണെങ്കിൽ നമ്മളൊരു ഏജന്റ് ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ടോ നമ്മുടെ ഒരു തേർഡ് പാർട്ടിയോ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. നമുക്ക് പൈസ കൊടുത്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഏജൻസീസ് ഒക്കെ ഒരു മിനിമം 2 lakh 1 lakh ഒക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. പിന്നെന്താ പറയാനുള്ളത്, ഫുൾ പ്രോസസ്സ് നമ്മൾ തന്നെയാണ് ചെയ്തത്. എസ്പെഷ്യലി ജിൻസ് തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഏജന്റിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കോളേജിലെ സർട്ടിഫിക്കറ്റിന് അതിൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിരുന്നു ഏജന്റിന് പോയത്. അല്ലാതെ നമ്മളെല്ലാം തന്നെ സെൽഫ് തന്നെ എല്ലാം ചെയ്തത്. അപ്പം എന്താ പറയുന്നത്, എല്ലാവർക്കും 186 തന്നെ ചെയ്യാൻ പറ്റും. പൈസ കൊടുത്ത് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായിട്ട് ക്ലിയറായിട്ട് ചെയ്യുവാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവർക്കും 186 വിസ കിട്ടി, VR കിട്ടി. എല്ലാവരും എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് വരിക. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.